അടുത്തതായി ലോ നമ്പർ 35 ഹിറ്റ് വിക്കറ്റ് ആവുന്ന കേസാണ് പറയുന്നത്. ഹിറ്റ് വിക്കറ്റ് ആവുന്ന എങ്ങനെയാണ് അതിനകത്ത് പറയുന്നുണ്ട്. സ്ട്രൈക്കർ ഈസ് ഔട്ട് ഹിറ്റ് വിക്കറ്റ് ഇഫ് ആഫ്റ്റർ ദ ബോളർ ഹാസ് എൻറ്റേർഡ് ദ ഡെലിവറി സ്ട്രൈഡ് ആൻഡ് വൈൽ ദ ബോൾ ഈസ് ഇൻ പ്ലേ ഹിസ് വിക്കറ്റ് ഈസ് ബ്രോക്കൺ ബൈ എയ്തർ ദ സ്ട്രൈക്കേഴ്സ് ബാറ്റ് ഓർ പേഴ്സൺ ആസ് ഡിസ്ക്രൈബ് ഇൻ ദ ലോസ്. നേരത്തെ പറഞ്ഞ ലോസിൽ പറഞ്ഞ പോലെ വിക്കറ്റ് ബ്രോക്കൺ ആവുകയാണ്. സ്ട്രൈക്കറിൻ്റെ ബാറ്റോ അയാളുടെ പേഴ്സൺ മീൻസ് മനസ്സിലായാലോ. നേരത്തെ പറഞ്ഞ അയാളുടെ ഡ്രസ്സിൻ്റെ എന്തെങ്കിലും ഇതും വെച്ചോ ഫെയർലി ബ്രേക്ക് ആവണം. അത് നമ്മൾ എങ്ങനെ ബ്രേക്ക് ആവണം എന്നൊക്കെ വിക്കറ്റ് ബ്രേക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ബോളർ ഡെലിവറി സ്ട്രൈഡിൽ എൻ്റർ ചെയ്ത് ബോൾ പ്ലേ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വിക്കറ്റ് ബ്രോക്കായ ഇൻ ദ കോഴ്സ് ഓഫ് എനി ആക്ഷൻ ടേക്കൺ ബൈ ഹിം ഹിയർ ഇൻ പ്രിപ്പയറിംഗ് ടു റിസീവ് ഓർ റിസീവിങ് ദ ഡെലിവറി. അതായത് ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻ എടുക്കുന്നതിൻ്റെ കാരണത്താലോ അത് ആ ഒരു ടൈമിൽ വരുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ഈ വിക്കറ്റ് ബ്രേക്കായി ഇൻ സെറ്റിംഗ് ഓഫ് ഫോർ ദ ഫസ്റ്റ് റൺ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ പ്ലേയിങ് ഓർ പ്ലേയിങ് അറ്റ് ദ ബോൾ. ഇപ്പോൾ ബോൾ കളിക്കാൻ വേണ്ടി ഇപ്പോൾ ചിലപ്പോൾ ബാക്ക് ഫുട്ടൊക്കെ കളിക്കുമ്പോൾ അറിയാതെ പോയി തട്ടാം, അല്ലെങ്കിൽ റൺ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ കാലൊന്നും തെന്നിയിട്ട് നമ്മൾ തട്ടാം ഫസ്റ്റ് റൺ എടുക്കാൻ പോകുമ്പോഴത്തേക്ക്, ഫസ്റ്റ് സിംഗിൾ എടുക്കാൻ പോകുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാലും അതൊരു ഹിറ്റ് വിക്കറ്റ് ആവും. ഇഫ് നോ അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു പ്ലേ ദ ബോൾ ഇൻ സെറ്റിംഗ് ഓഫ് ഫോർ ദ ഫസ്റ്റ് റൺ പ്രൊവൈഡിങ് ദാറ്റ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് എംപയർ ദിസ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ സ്ട്രൈക്കർ ഹാസ് ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് പ്ലേയിങ് ദ ബോൾ. അതായത് ചിലപ്പോൾ അയാൾ ലീവ് ചെയ്യുമ്പോഴായിട്ട് ആവാൻ സംഭവിച്ചത്. ബോൾ പ്ലേ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിലും സംഭവം അയാളുടെ പേഴ്സണോ മറ്റോ എന്തെങ്കിലും കൊണ്ട് സ്റ്റമ്പ് ഫെയർലി ബ്രേക്ക് ആയാൽ വിക്കറ്റ്സ് ഫെയർലി ബ്രേക്ക് ആയാൽ അയാൾ ഔട്ടാവും. ഇൻ ലോഫുള്ളി മേക്കിംഗ് എ സെക്കൻഡ് ഓർ ഫർദർ സ്ട്രോക്ക് ഫോർ ദ പർപ്പസ് ഓഫ് ഗാർഡിങ് ഹിസ് യുവർ വിക്കറ്റ് വിത്തിൻ ദ പ്രൊവിഷൻസ് ഓഫ് ലോ 34.3. ഈ ലോയിൽ ബോൾ ലോഫുള്ളി സ്ട്രക്ക് മോർ ദാൻ വൺസിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും അങ്ങനെ ആ ലോഫുള്ളി സ്ട്രക്ക് ചെയ്യുന്ന ടൈമിൽ പോയിട്ട് സ്റ്റെമ്പിൽ പോയി തട്ടിക്കഴിഞ്ഞ് അയാളുടെ ബാറ്റോ അല്ലെങ്കിൽ പേഴ്സണോ പോയി തട്ടിയിട്ട് ബ്രോക്കായാൽ അയാൾ ഔട്ടായി. If the striker puts his wicket down in any of the ways described before the bowler has entered the delivery stride, either umpire shall call and signal dead ball. അല്ല ബോളർ ഡെലിവറി സ്ട്രൈഡ് എടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ അയാൾ ബാറ്റ്സ്മാൻ എന്തെങ്കിലും ചെയ്തറിയാതെ ഈ സ്റ്റമ്പൊക്കെ പോയാൽ അത് നോട്ട് ഔട്ടാണ്. അത് അമ്പയർ ഡെഡ് ബോളേ വിളിക്കുള്ളൂ ആ ടൈമിൽ. നോട്ട് ഔട്ട് ഹിറ്റ് വിക്കറ്റ് എങ്ങനെയാണ് മീൻസ് ഹിറ്റ് വിക്കറ്റായി ഔട്ടാവാത്ത കേസ് പറയുന്നത്. Striker is not out under this law. Should his wicket be put down in any of the ways refer to 35.1 if any of the following applies. അതായത് ഇത് സംഭവിക്കേണ്ടത് ഇറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ദ സ്ട്രൈക്കർ ഹാഡ് കംപ്ലീറ്റഡ് എനി ആക്ഷൻ ഇൻ റിസീവിങ് ദ ഡെലിവറി അതർ ദാൻ 35.1.1.1. അതായത് നേരത്തെ റിസീവ് ചെയ്യാൻ അല്ലാത്ത പക്ഷം ഇപ്പോൾ അയാൾ റെഡി അല്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസുകളിൽ അത് ഹിറ്റ് എന്നിട്ട് അറിയാതെ അയാൾ തട്ടി, അതൊന്നും ഹിറ്റ് വിക്കറ്റായിട്ട് കൂട്ടില്ല. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ സ്ട്രൈക്കർ ഈസ് ഇൻ ദ ആക്ട് ഓഫ് റണ്ണിങ് അതർ ദാൻ സെറ്റിംഗ് ഓഫ് ഇമീഡിയറ്റ്ലി ഫോർ ദ ഫസ്റ്റ് റൺ. അതായത് ഇമ്മീഡിയറ്റ്ലി ഫോർ ദ ഫസ്റ്റ് റണ്ണായിട്ട് പോവാണ്ട് ഇപ്പോൾ ജസ്റ്റ് ഡിഫെൻഡ് ചെയ്തു, ബോൾ ഇങ്ങനെ പതുക്കെ ഉരുണ്ട് പോകുന്നു, അയാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബോൾ ഫീൽഡ് ചെയ്യാൻ ഇത്ര ഡിലേ ആയി, അപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഒരു റണ്ണിന് ചാൻസ് ആകുന്നുണ്ട്. എന്നിട്ട് അയാൾ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സെറ്റ് ഓഫ് ചെയ്താൽ അതൊന്നും ഹിറ്റ് വിക്കറ്റ് ആവില്ല. മീൻസ് ഉടനെ അടിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാലാണ് ഹിറ്റ് വിക്കറ്റ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ സ്ട്രൈക്കർ ഈസ് ട്രൈങ് ടു അവോയ്ഡ് ബീങ് റൺ ഔട്ട് ഓർ സ്റ്റംപ്ഡ്. അപ്പോൾ റൺ ഔട്ട് ഓർ സ്റ്റംപ്ഡ് ആവുന്ന കേസുകളിലേക്ക് ആ ടൈമിൽ പോയിട്ട് ഇപ്പോൾ ഡൈവ് ചെയ്ത് പോയി സ്റ്റെമ്പ് പോയി അടിച്ചു കഴിഞ്ഞാലൊന്നും അത് ഹിറ്റ് വിക്കറ്റ് ആവില്ല. അതായത് ഇപ്പോൾ ഇതേ പറഞ്ഞ കേസ് തന്നെ, അയാൾ ആദ്യം ഇങ്ങനെ വെയിറ്റ് ചെയ്തു, അപ്പോൾ ആരും ബോൾ എടുത്തില്ല, അപ്പോൾ പെട്ടെന്ന് ഓടാൻ നോക്കിയപ്പോൾ ഒരു ഫീൽഡർ വന്നു എറിയാൻ നോക്കി, അപ്പോൾ അയാൾ തിരിച്ച് ഓടി കയറുന്നു, ഡൈവ് ചെയ്യുന്നു, സ്റ്റെമ്പിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതൊന്നും റണ്ണൗട്ട് മീൻസ് റണ്ണൗട്ടാണെങ്കിൽ റണ്ണൗട്ടാവും, അല്ലാണ്ട് ഈ ഹിറ്റ് വിക്കറ്റിൻ്റെ ഭാഗത്തിലേക്ക് വരില്ല. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ സ്ട്രൈക്കർ ഈസ് ട്രൈങ് ടു അവോയ്ഡ് എ ത്രോ ഇൻ എനി ടൈം. അപ്പോൾ ഈ പറഞ്ഞ കേസിൽ തന്നെ അപ്പോൾ അയാളുടെ മേത്തേക്ക് ത്രോ ഉള്ളാണ്ടിരിക്കാൻ അയാൾ കളഞ്ഞ് നേരെ ചാടി അത് സ്റ്റെമ്പിലേക്ക് പോയി തട്ടിയോ അല്ല അന്ന് ഔട്ടായിട്ട് കൂട്ടില്ല. മീൻസ് അയാൾ പുറത്താണെങ്കിൽ റൺ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലാണ്ട് ഹിറ്റ് വിക്കറ്റ് ആവില്ല. ദ ബോളർ ആഫ്റ്റർ എൻട്രിങ് ദ ഡെലിവറി സ്ട്രൈഡ് ഡസ് നോട്ട് ഡെലിവർ ദ ബോൾ. അപ്പോൾ ബോളർ ഇങ്ങനെ ഓടി വന്നു, അയാൾ ബോൾ ഡെലിവർ ചെയ്തില്ലെങ്കിൽ അത് ഹിറ്റ് വിക്കറ്റ് ആവില്ല. ഇൻ കേസ് ഇപ്പോൾ ബോളർ ഇങ്ങനെ ഓടി വരുന്നു,
അപ്പോൾ അറിയാതെ എന്തോ ബാറ്റ്സ്മാൻ്റെ കാലൊന്ന് ജസ്റ്റ് തെന്നിയിട്ട് ആ സ്റ്റെമ്പ് തട്ടി വെയിൽസ് വീണിരുന്നു. അപ്പോൾ ആ ബോളർ എറിയാണ്ട് മാറി കഴിഞ്ഞാൽ അത് ആ ബോൾ ഡെഡ് ബോളായിട്ട് പോകുമല്ലോ. ഇൻ കേസ് അമ്പയർ ഷാൽ ഇമീഡിയറ്റ്ലി കോൾ ആൻഡ് സിഗ്നൽ ഡെഡ് ബോൾ. അപ്പോൾ പിന്നെ അത് വിക്കറ്റ് പോവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ അതുകൂടാതെ നോ ബോളിൽ ഹിറ്റ് വിക്കറ്റ് ആവില്ല. അത് നമ്മൾ നേരത്തെ നോ ബോളിൻ്റെ പാട്ടിലും പറയുന്നു. പിന്നെ റൺ സ്കോർഡ്, നോ റൺ ഷാൽ ബി സ്കോർഡ് വെൻ ദ സ്ട്രൈക്കർ ഇസ് ഡിസ്മിസ്ഡ് ഹിറ്റ് വിക്കറ്റ് അതർ ദാൻ 1 run പെനാൽറ്റി ഫോർ എ വൈഡ് ആൻഡ് എനി അവാർഡ് ഓഫ് 5 പെനാൽറ്റി റൺസ്. അതായത് നമുക്ക് ഇപ്പോൾ വൈഡ് എറിയുന്ന ടൈമിൽ ഹിറ്റ് വിക്കറ്റായി ആ വൈഡിൻ്റെ പെനാൽറ്റി റണ്ണ് കിട്ടും. അല്ലാണ്ട് ചിലപ്പോൾ വേറെ വല്ല അതർ ദാൻ ഏതെങ്കിലും വല്ല പെനാൽറ്റി റൺസ് അവർക്ക് അവാർഡ് ആവുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ അകത്ത് വരും. വല്ല ഫീൽഡറിൻ്റെ എന്തെങ്കിലും എന്താ പറയുക എറേഴ്സിൻ്റെ ഒക്കെ വെച്ച് കുറച്ച് പെനാൽറ്റീസ് ഉണ്ട്. അപ്പോൾ അതല്ലാണ്ട് വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. നോ ബോളാണെങ്കിൽ അത് ഹിറ്റ് വിക്കറ്റ് ആവില്ല നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ 6 റണ്ണൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലോ നമ്പർ 35 അബൌട്ട് ഹിറ്റ് വിക്കറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്.